മനുഷ്യൻ കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുന്നതിന് മുൻപേ ഒരു ആഗോള വൻശക്തി ഈ ഭൂമി ഭരിക്കുന്നുണ്ടായിരുന്നു. ഭൂമിയിൽ ഏകദേശം 10 ക്വാഡ്രിലിയൻ ഉറുമ്പുകളുണ്ട്. ലളിതമായി പറഞ്ഞാൽ 20,000 വർഷം മുമ്പുണ്ടായിരുന്ന മൊത്തം മനുഷ്യരുടെ ഭാരത്തേക്കാൾ കൂടുതലാണ് ഇന്നത്തെ ഉറുമ്പുകളുടെ ആകെ ഭാരം. 13 കോടി വർഷങ്ങളായി അവർ ഇവിടെയുണ്ട്. ഡൈനോസറുകളെ അതിജീവിച്ചവർ. അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളും അവർ കീഴടക്കി കഴിഞ്ഞു. ഇതെങ്ങനെയാണ് അവർക്ക് സാധിച്ചത്? നമ്മുടെ കോർപ്പറേറ്റ് കമ്പനികളെ പോലും തോൽപ്പിക്കുന്ന കൃത്യമായ ഒരു സാമൂഹിക ഘടന അവർക്കുണ്ട്. ഓരോ കോളനിയും കർശനമായ നിയമങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ നടുവിൽ ഒരു രാജ്ഞിയുണ്ടാകും. അവരെ സംരക്ഷിക്കാൻ ഒരു കൂട്ടം ട്രെയിനി തൊഴിലാളികളും. ഭക്ഷണം തേടുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും പരിചയസമ്പന്നരായ ഉറുമ്പുകൾ വേറെയുണ്ടാകും. അവർക്ക് ആശയവിനിമയം ഫെറോമോണുകൾ എന്നറിയപ്പെടുന്ന രാസസന്ദേശങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. കാലുകൾ വഴി ഭൂമിയിലെ പ്രകമ്പനങ്ങൾ തിരിച്ചറിഞ്ഞാണ് അവർ ലോകത്തെ കേൾക്കുന്നത്. വേട്ടയാടാൻ പഠിപ്പിക്കുന്ന സ്കൂളുകൾ വരെ ഇവർക്കിടയിലുണ്ട്. മനുഷ്യർ കൃഷി തുടങ്ങുന്നതിനും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഉറുമ്പുകൾ കൃഷി കണ്ടുപിടിച്ചിരുന്നുവെന്നതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. 60-ലധികം വർഗത്തിൽപ്പെട്ട ഉറുമ്പുകൾ സ്വന്തമായി ഭക്ഷണം കൃഷി ചെയ്യുന്നുണ്ട്. പുറംലോകത്ത് അതിജീവിക്കാൻ കഴിയാത്ത പ്രത്യേകതരം കൂണുകളെ അവർ കോളനികൾക്കുള്ളിൽ വളർത്തുന്നു. അവർ കന്നുകാലികളെപ്പോലെ മുന്നകളെ വളർത്തുന്നു. മറ്റു ജീവികളിൽ നിന്ന് അവയെ സംരക്ഷിക്കുകയും പകരമായി അവയിൽ നിന്ന് തേൻ പോലെയുള്ള മധുരപദാർത്ഥം കാർന്നെടുക്കുകയും ചെയ്യുന്നു. അവർ പ്രകൃതിയിലെ മികച്ച എഞ്ചിനീയർമാരും കർഷകരും സൈനികരുമാണ്. എന്നാൽ ഇത്രയും കൃത്യതയുള്ള ഈ സംവിധാനത്തിലും ചിലപ്പോൾ പാളിച്ചകൾ സംഭവിക്കാറുണ്ട്. ഉറുമ്പുകളുടെ രാസസന്ദേശങ്ങളിൽ പിശക് വരുമ്പോൾ അവർ മരണവലയത്തിലകപ്പെടുന്നു. തളർന്നു വീണ് മരിക്കുന്നതുവരെ ആയിരക്കണക്കിന് ഉറുമ്പുകൾ ഒന്നിനു പുറകെ ഒന്നായി വട്ടത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കും. മറ്റൊരു ഭീകരമായ വശം സോംബി ഉറുമ്പുകളെ ഉണ്ടാക്കുന്ന ഒഫിയോകോർഡിസെപ്സ് എന്ന ഫംഗസാണ്. ഇത് ഉറുമ്പുകളുടെ പേശികളെ നിയന്ത്രിച്ച് അവയെ വെറും കളിപ്പാവകളാക്കി മാറ്റുന്നു. എങ്കിലും ഇത്തരം പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് ചരിത്രത്തിലെ ഏറ്റവും മികച്ച നാഗരികതയായി ഉറുമ്പുകൾ ഇന്നും തുടരുന്നു.